ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേഷനിലേക്കാണ്. നമ്മുടെ ടാസ്കിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു. ലിവിങ് ഏരിയയിൽ എല്ലാവരും വിളിച്ചിരുത്തി എല്ലാവർക്കും കോയിൻസ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു. നമ്മുടെ അതിഥികളായിട്ടുള്ള ശ്വേതയും സ്വാബുവും ഓരോരുത്തർക്ക് നമ്മുടെ കോയിൻസൊക്കെ വിതരണം ചെയ്തു. അതിൽ ടണൽ ടീമിനെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അവർക്ക് ഇതിൽ പങ്കെടുക്കാനോ അവരുടെ കോയിൻ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഒന്നിനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സാബുവും ശ്വേതയും അവർ കൊടുത്തുള്ള കോയിൻസ് അവരെ തിരിച്ചു വാങ്ങിച്ചു. ഓരോരുത്തരെയും നല്ല നിരീക്ഷണങ്ങളൊക്കെ നടത്തി ഓരോ ടീമിനെയും അവർ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് അഭിനന്ദിച്ച്. അതിലൊരു കാര്യം, ശ്രീരേഖയെക്കുറിച്ച് രണ്ടുപേരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രീരേഖയുടെ ടീമിന് കുറച്ച് പോയിന്റുകൾ ആ ശ്രീരേഖയുടെ പേരിൽ മാത്രം കിട്ടി. അല്ലാത്ത രണ്ടുപേരും, ജാസ്മിനും കുറച്ച് എന്തൊക്കെയോ ചെയ്തു ആ ഒരു റോബോട്ടായിട്ട്, പക്ഷേ ഒരു ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് അലമ്പായ പോലെയായി. പക്ഷേ സിജോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ശ്രീരേഖയുടെ ആ പെർഫോമൻസ് എടുത്തു പറഞ്ഞ് നല്ല പോയിൻ്റ് അവർക്ക് കിട്ടി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ജിൻഡോ ടീമിന് തന്നെ ഈ കോയിൻസ് കൂടുതൽ കൊടുക്കണം എന്നുള്ളത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ജിൻഡോയുടെ ഒക്കെ റൂം ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ അത്രയും നീറ്റായി തുടച്ചു വെച്ചു. സാബുവിൻ്റെ തമാശ രൂപത്തിൽ പറയുന്നുണ്ട് ക്യാമറ ലെൻസ് വരെ വെള്ളമൊഴിച്ച് തുടയ്ക്കാൻ വേണ്ടി പോയി ജിൻഡോ എന്നുള്ളത്. അത്രയും ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജിൻഡോയെ ഏൽപ്പിച്ച സീക്രട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്, അതായത് ഡയമണ്ട് സൂക്ഷിക്കുക എന്നുള്ളത്, അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ 480 കോയിൻസ് നേടിയിട്ട് ഡെൻ ടീം, ജിൻഡോയുടെ ഡെൻ ടീമാണ് വിജയിച്ചത്. പവർ ടീമുമായി മത്സരിക്കാൻ ഡെൻ ടീമിനെയാണ് ബിഗ് ബോസ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.